നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. കുന്നംകുളം പീച്ചി കസ്റ്റഡി മർദ്ദന കേസുകളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരികയാണ്. അതോടൊപ്പം അതിൻ്റെ പ്രതിഷേധവും ശക്തമാകുന്നു. ഒപ്പം ഈ ജനകീയ പോലീസിൻ്റെ ക്രൂരതയുടെ പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതെല്ലാം ഏറ്റവും രസകരമായ കാര്യം, ഇത്തരം കേസുകളിലെല്ലാം നടപടി ഉണ്ട് എങ്കിൽ കൂടിയും അതിനെല്ലാം ഒരു പോലീസിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ ഒരു പോലീസിൻ്റെ ഒരു കവചം തന്നെ ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും വിശദമായ റിപ്പോർട്ടുകളുണ്ട്, അതിലേക്കൊക്കെ വരാം. ആദ്യം തലക്കെട്ടുകൾ. തൃശൂർ പീച്ചി കസ്റ്റഡി മർദ്ദന കേസ് ഒതുക്കാൻ പോലീസ് നിർബന്ധിച്ചുവെന്ന് പരാതിക്കാരൻ ഔസേപ്പ്. SIയെ പിരിച്ചുവിടണമെന്നാവശ്യം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസുകാരെ രക്ഷിക്കാനുള്ള കുതന്ത്രമാണ് സസ്പെൻഷനെന്ന് സണ്ണി ജോസഫ്. 2012 നേരിട്ട പോലീസ് മർദ്ദനത്തിൽ നീതി തേടി മുൻ SFI നേതാവ് ജയകൃഷ്ണൻ ഹൈക്കോടതിയിലേക്ക്. പീച്ചി പോലീസ് സ്റ്റേഷനിലേക്കുള്ള കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. VD സതീശനെയും PK കുഞ്ഞാലിക്കുട്ടിയെയും കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശൻ. കോൺഗ്രസിനെ നശിപ്പിക്കുന്ന കുലംകുത്തിയാണ് സതീശനെന്നും മാന്യമായി പെരുമാറാനാണ് ആദ്യം പഠിക്കേണ്ടതെന്നും പരിഹാസം. അധികാരം കിട്ടാനായി ഭ്രാന്തനെ പോലെ പെരുമാറുകയാണ് കുഞ്ഞാലിക്കുട്ടിയെന്ന് വെള്ളാപ്പള്ളി അമൃത ന്യൂസിന്റെ വാക്ക് മറുവാക്കിൽ. ശ്രീനാരായണ ഗുരുവിന്റെ 171-ാം ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം. പലരും നമ്മുടെ സംസ്കാരം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാലത്ത് ഗുരുദേവന്റെ പാഠങ്ങൾ പിന്തുടരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. പിന്നാക്ക വിഭാഗങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ പോലും അവഗണനയെന്ന് സ്വാമി സച്ചിദാനന്ദ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം, ജാഗ്രത തുടരുന്നു. പഞ്ചാബിൽ മരണസംഖ്യ 46ആയി. 1988 ശേഷമുള്ള ഏറ്റവും വലിയ പ്രളയക്കെടുതിയിൽ പഞ്ചാബ്. കൊച്ചിയിൽ വൻ കഞ്ചാവ് വേട്ട. ഉത്തരേന്ത്യൻ സ്വദേശികളിൽ നിന്ന് പിടികൂടിയത് 50 ലക്ഷം രൂപ വരുന്ന 90 കിലോ കഞ്ചാവ്. പിടിയിലായത് പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ. കേരള ക്രിക്കറ്റ് ലീഗ് ഫൈനലിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഏരീസ് കൊല്ലവും ഏറ്റുമുട്ടും. മത്സരം വൈകിട്ട് 6:30 മുതൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. US ഓപ്പൺ ഫൈനൽ ഇന്ന്. അൽക്കാരസ് സിന്നർ പോരാട്ടം രാത്രി 11:30. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. തൃശൂർ കുന്നംകുളത്തെ പോലീസ് ഗുണ്ടായുസത്തിന് പിന്നാലെ തൃശൂർ പീച്ചിയിലും പോലീസിന്റെ മർദ്ദനം. പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ഉടമയുടെ മാനേജരെയും ജീവനക്കാരനെയും മർദ്ദിക്കുന്ന പോലീസ് CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബിരിയാണിക്ക് രുചിയില്ലെന്ന് പറഞ്ഞു നൽകിയ പരാതിയിലാണ് പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ KP ഔസേപ്പിന്റെ ഹോട്ടലിലെ മാനേജരെയും ജീവനക്കാരനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചത്. അപ്പോൾ ഈ ഹോട്ടലിൽ അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഞങ്ങളുടെ പരാതിയിൽ പറയുന്ന ദിനേഷ്, വണ്ടാഴി നെന്മാറ അടുത്ത് വണ്ടാഴിയുള്ള ദിനേഷും അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ ഒരു കുട്ടിയാണെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി ഉച്ച സമയം ഒരു 2:30 മണിയോട് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു. അവർ 2 ബിരിയാണിക്ക് ഓർഡർ കൊടുത്തു. ആ 2 ബിരിയാണിയിൽ ഈ ദിനേഷ് എന്ന് പറഞ്ഞ വ്യക്തി ആ ബിരിയാണി മുഴുവൻ കഴിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ബിരിയാണിയുടെ കുറച്ച് ബാലൻസ് വന്നു. അത് ദിനേഷ് ആവശ്യപ്പെട്ട പ്രകാരം അത് പാക്ക് ചെയ്ത് വാങ്ങിച്ചു. പാക്ക് ചെയ്ത് വാങ്ങിച്ച ശേഷം ഇയാൾ ക്യാഷിൽ വന്ന് ക്യാഷെല്ലാം കൊടുത്ത് ആ ക്യാഷ് കൗണ്ടറിലുണ്ടായിരുന്ന ആ സ്ത്രീയായിട്ടും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഹോട്ടൽ മാനേജറുമായിട്ട് റെസ്റ്റോറൻറ്റ് മാനേജറുമായിട്ട് തർക്കത്തിലായി. ആദ്യം പറഞ്ഞ് നിങ്ങളുടെ ചിക്കനിൽ ബിരിയാണിയിലെ ചിക്കൻ ടൈറ്റാണ്, അത് ഹാർഡാണ്, അത് സോഫ്റ്റ് ആവണം. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൽ അപ്പോൾ 110ഓളം സീറ്റുണ്ട്. ഒരു 80-85ഓളം പേര് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ് മാനേജർ പറഞ്ഞു, ചേട്ടാ ഇത് ഇവരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ ബിരിയാണിയാണ്, ആരും പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും നിങ്ങളുടെ പരാതി എന്താണോ അത് ഞങ്ങൾ അത് പരിഗണിച്ചോളാം, എന്തെങ്കിലും പോരായ്മകൾ ഞങ്ങൾ പരിഹരിക്കാം. പക്ഷേ ഹരീഷ് ചേരുകയാണ് വിവരങ്ങളുമായി. ഹരീഷ്, ഈ എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ പോലീസ് ഇവരെ ചോദ്യം ചെയ്യുന്നതോ പിടികൂടുന്നതൊന്നും മനസ്സിലാകുന്നില്ല. ഈ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ തൻ്റെ കൂട്ടുകാരെ എന്തിനാണ് പോലീസ് വിളിച്ചു വരുത്തിയത് എന്ന് ചോദിക്കുകയായിരുന്നു. എങ്കിൽ ഇവിടെ പീച്ചിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വല്ലാത്തൊരു പരാതിയാണ്. ബിരിയാണിക്ക് രുചിയില്ലെന്ന് പറഞ്ഞു നൽകിയ പരാതി. അതിൽ ഈ ഹോട്ടലിലെ മാനേജരെയും ജീവനക്കാരനെയും വിളിച്ചു വരുത്തുന്നു, മർദ്ദിക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞവർ പരാതി നൽകിയിട്ടും ആർക്കെതിരെയാണോ പരാതി നൽകിയത് ആ SIക്ക് പ്രൊമോഷൻ ലഭിക്കുന്നു. ശരിക്കും എന്താണ് സംഭവിക്കുന്നത്?
സ്വപ്ന, ഇതിൽ ഏറ്റവും പ്രധാനം ഈ SA അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളിൽ നിന്നും പണം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ഈ മർദ്ദിച്ച അല്ലെങ്കിൽ ഈ ഹോട്ടലിലെത്തി ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് ഇത് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാനായി ഇയാളോട് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. 5 ലക്ഷം രൂപ ആണ് ചോദിച്ചത്. അതിൽ 3 ലക്ഷം പോലീസിനാണ് നൽകിയത് എന്നും അടക്കമുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ ഒരു ഹോട്ടൽ ഉടമ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ബിരിയാണിക്ക് രുചി പോരാ എന്ന് പറഞ്ഞുള്ള കാരണത്തിൽ ഒരു സംഘർഷം ഉണ്ടാവുകയും അത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ഹോട്ടൽ മാനേജറെയും ജീവനക്കാരനെയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ ഹോട്ടൽ ഉടമ ഔസേപ്പ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മകനെയും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അവരെ വഴക്ക് പറയുന്ന രീതിയിൽ അവരെ ചീത്ത പറയുന്ന രീതിയിൽ പോലീസ് സംസാരിച്ചു, അവരെ തെറി വിളിച്ചു എന്നതടക്കമുള്ള ആരോപണമാണ് ഇപ്പോൾ പ്രധാനമായി ഒരു ഹോട്ടൽ ഉടമയടക്കം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. പലതവണ ഇത് പരാതി നൽകിയതാണ്. അതായത് അന്നത്തെ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനടക്കം കൃത്യമായ രീതിയിൽ പരാതി നൽകിയിട്ടും അത് പിന്നീട് അതിനൊരു തുടർച്ചയുണ്ടായില്ല എന്നുള്ളതാണ്. അതായത് ഉന്നത പോലീസ് മേധാവികൾ വരെ ഈ ഒരു കേസ് അറിഞ്ഞിട്ടും അതിൽ നടപടി ഉണ്ടായില്ല. ഈ SI രതീഷ് എന്ന് പറഞ്ഞ ആൾക്കെതിരെ നടപടി ഉണ്ടായില്ല എന്നുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ ഒരു ഹോട്ടൽ ഉടമ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു കുന്നംകുളത്തുണ്ടായ മർദ്ദനത്തിന് സമാനമായ രീതിയിൽ ഈ ഒരു സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള CCTV ക്യാമറ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന് സമാനമായി തന്നെ 1.5 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് ഈ ഒരു CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ ഔസേപ്പ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇനി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതിനിടയ്ക്കാണ് കോൺഗ്രസ് വലിയ രീതിയിൽ ഈ ഒരു വിഷയം ഏറ്റെടുത്ത് പ്രതിഷേധിച്ചത്. PG പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു മാർച്ച് സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ബാരിക്കേഡ് വെച്ചതിൻ്റെ എതിർദിശയിലാണ് പ്രവർത്തകരെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി. എന്നിട്ട് പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പോലീസിൻ്റെ ബസ്സിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉടലെടുക്കുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ കസ്റ്റഡിയിൽ ഉള്ള അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ഇവരെയൊക്കെ ചോദ്യം ചെയ്യുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ, കൂടുതലായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ പരാതികൾ പുറത്തു വരുന്നുണ്ട്. ഈ PGയിൽ ഹോട്ടലുടമയെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ SI രതീഷിനെതിരെയുള്ള അന്വേഷണം മറ്റ് ജില്ലയിലാണ് എന്നും റിപ്പോർട്ട് കിട്ടിയാൽ അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കടവന്ത്ര SHO ആണ് രതീഷ്. കൊച്ചിയിലെ 26 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്നും പുട്ട വിമലാദിത്യ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തട്ടിപ്പിനായുള്ള ആസൂത്രണം നടന്നത് യൂറോപ്യൻ രാജ്യമായ സൈപ്രസിലാണ് എന്നാണ് പോലീസിന്റെ നിഗമനം. അല്ല, അതിനെപ്പറ്റി നമുക്ക് ഇതുവരെ ഒന്നും റിപ്പോർട്ടോ മറ്റോ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കാം. സംഭവങ്ങളെല്ലാം മറ്റ് ജില്ലകളാണ് അല്ലേ. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും വന്നാൽ നമ്മൾ നോക്കി അതിൻ്റെ അനുസരിച്ച് നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കാം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA. കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് സർവീസിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയത് അവരെ രക്ഷിക്കാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമാണെന്നും സണ്ണി ജോസഫ് MLA കണ്ണൂർ ഇരിട്ടിയിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനകത്തും പുറത്തും വെച്ച് ഗുരുതരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ച സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്നത് മതിയാവുന്ന ഒരു ശിക്ഷാ നടപടിയല്ല. ഈ കാര്യത്തിൽ അവർ ചെയ്ത ഗുരുതരമായ കുറ്റം കണക്കിലെടുത്ത് ഒരു പ്രതിയെ അന്യായമായി കസ്റ്റഡിയിലെടുക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപായി വാഹനത്തിൽ വെച്ച് മർദ്ദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വസ്ത്രാക്ഷേപം ചെയ്യുന്നു, ലോക്കപ്പിൽ. പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ഭാഗമാണ് തുടർച്ചയായുള്ള പോലീസ് മർദ്ദനമെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. സർക്കാർ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന സംഭവങ്ങളാണ് ഇത് നടന്ന് 2 വർഷം കഴിഞ്ഞിട്ടും നടപടിയുണ്ടായില്ല. ഇടിവീരന്മാരായ മൃഗതുല്യരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് പിണറായിയും പോലീസുമാണ്. പല സ്റ്റേഷനുകളിലും ഇത്തരത്തിലുള്ള പരാതികളുണ്ട്. ഈ സ്റ്റേഷനുകളിൽ എല്ലാം വിവരാവകാശ നിയമം അനുസരിച്ച് CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കുമെന്നും ജോസഫ് ടാജറ്റ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പോലീസ് സേനയുടെ കുന്നംകുളം നടന്നത് ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല. ഇത് പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലായിടത്തും നടക്കുന്ന ഒരു സംഭവമാണെന്നാണ് ഈ PG സംഭവത്തിലൂടെ തെളിയുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കാരണം കോഴിക്കോടും പോലീസിൻ്റെ ഇത്തരത്തിലുള്ള ക്രൂരതയുടെ ഒരു വാർത്ത പുറത്തു വരികയാണ്. പൊതുപ്രവർത്തകനായ കുറ്റിക്കാട്ടൂർ സ്വദേശി മാമുക്കോയെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യം
പുറത്തു വന്നിട്ടുണ്ട്. 2013 സംഭവം നടന്നത്. പ്രശാന്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ 2013 നടന്ന സംഭവം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്ന ഈ കേസുകളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ ഈ മാമുക്കോയുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് മാമുക്കോയെ ആരോപിക്കുന്നത്. സ്വപ്ന, നിരവധിയായ കേസുകളാണ് പോലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ സംഭവവികാസങ്ങളൊന്നുമല്ല. ഇതിനു മുൻപൊക്കെ ഉണ്ടായ സംഭവവികാസങ്ങളിൽ ഒരു തരത്തിലുള്ള അന്വേഷണമോ നടപടിയോ പോലീസിനെതിരെയോ ബന്ധപ്പെട്ട കുറ്റക്കാർക്കെതിരെയോ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കുറ്റിക്കാട്ടൂർ യത്തീംഖാനയിലെ ഭൂമി സംബന്ധിച്ച പ്രശ്നത്തിനിടെയാണ് ഇത്തരത്തിലൊരു തർക്കം ഉണ്ടാകുന്നു. അവിടേക്ക് പോലീസ് ഈ പ്രശ്ന പരിഹാരത്തിനായി എത്തുന്നു. ആ സമയത്ത് പോലീസ് മാമുക്കോയെ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം 1 മണിക്കൂറോളം സ്റ്റേഷൻ നിർത്തിയ ശേഷം വിട്ടയക്കാനുണ്ടായെന്നാണ് പോലീസ് അന്ന് പറഞ്ഞത്. പക്ഷേ ഈ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ ഈ മാമുക്കയെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് പക്ഷേ ഈ 2 വർഷമായിട്ടും ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, മാമുക്കയെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു സമൻസോ മറ്റു നടപടികളോ അതിന്റെ നടപടിക്രമങ്ങളോ ഒന്നും തന്നെ പോലീസ് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്ന് മെഡിക്കൽ കോളേജ് ACP ആയിരുന്ന സുദർശനൻ, CA ആയിരുന്ന ബെന്നി എന്നിവർ ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. പക്ഷേ അതിനുശേഷവും ഈ ദൃശ്യങ്ങൾ സഹിതം മുഖ്യമന്ത്രിക്കും SP ഒക്കെ തന്നെ മാമുക്കോയ പരാതി നൽകിയിരുന്നു. പ്രാദേശിക ലീഗ് നേതാവ് കൂടിയാണ് മാമുക്കോയ. പക്ഷേ എന്നിട്ട് പോലും ഒരു തരത്തിലുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഗുരുതരമായ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട സാധാരണ പോലീസ് പാലിക്കുന്ന ഒരു നടപടിക്രമങ്ങളും മാമുക്കയുടെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നതുകൂടിയാണ്. അതിനുശേഷം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയത്. പോലീസുകാർക്കെതിരെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് സർക്കാർ വാദിക്കുമ്പോഴാണ് 2 വർഷമായിട്ടും ഇത്തരം സംഭവ വികാസങ്ങളിൽ ഒരു നടപടി ഉണ്ടായത്. ഏതായാലും പ്രാദേശിക ലീഗ് നേതൃത്വത്തിനപ്പുറത്തേക്ക് UDF സമാനമായ വിഷയങ്ങൾ എടുക്കുന്ന അതേ നിലപാട് ഇക്കാര്യത്തിലും എടുത്ത് പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്വപ്ന, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. സമാനമായി മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരികയാണ്. 2012 നേരിട്ട പോലീസ് മർദ്ദനത്തിൽ നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് മുൻ SFI നേതാവ്. SFI മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണനാണ് പോലീസ് ഭീകരത വിവരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ ആലപ്പുഴ DYSPയും മുൻ കോന്നി CAയുമായ മധുബാബുവിനെതിരെയാണ് ജയകൃഷ്ണന്റെ ആരോപണം. 2012 UDF സർക്കാരിനെതിരെ നടത്തിയ സമരങ്ങളുടെ പേരിലാണ് ജയകൃഷ്ണനെ കോന്നി പോലീസ് അന്ന് കസ്റ്റഡിയിലെടുത്തത്. അന്നത്തെ കോന്നി CAയുടെ നേതൃത്വത്തിൽ തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ജയകൃഷ്ണന്റെ ആരോപണം. ലാത്തിയടിയേറ്റ മുറിവുകളിൽ പെപ്പർ സ്പ്രേ അടിച്ചുവെന്നും ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചുവെന്നും ജയകൃഷ്ണൻ പറയുന്നു. അന്നത്തെ കോന്നി CA ആയിരുന്ന MR മധുബാബു, ഇപ്പോഴത്തെ ആലപ്പുഴ DYSP, അദ്ദേഹമായിരുന്നു എന്നെ 3-ാം മുറയ്ക്ക് വിധേയമാക്കിയത്. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ പോരാട്ടത്തിലാണ്. എന്നെ 2012 ഒക്ടോബർ മാസം 12-ാം തീയതി വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുകയും എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ എന്നെ മർദ്ദിക്കുകയും തുടർന്ന് എന്നെ കോന്നി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കോന്നി പോലീസ് സ്റ്റേഷനിൽ ബെഞ്ചിൽ കിടത്തി കാലിൻ്റെ വെള്ള അടിച്ചു പൊട്ടിക്കുകയും അതുപോലെ തന്നെ പെപ്പർ സ്പ്രേ ദേഹമാസകലിനും കണ്ണിലും പ്രയോഗിക്കുകയും അതുപോലെ തന്നെ ബൂട്ടിട്ട് ചവിട്ടുകയും അങ്ങനെ അതിബ്രൂട്ടലായിട്ടുള്ള ക്രൂരമായ മർദ്ദനത്തിന് 3-ാം മുറയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്തത്. മർദ്ദനശേഷം 6 മാസത്തോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ജയകൃഷ്ണൻ ചികിത്സയിൽ കഴിഞ്ഞു. മധുബാബുവിനെതിരെ പരാതി നൽകിയെങ്കിലും LDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് പോലും ഒരു നടപടിയും ഉണ്ടായില്ല. നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ജയകൃഷ്ണൻ. അമൃത ന്യൂസ്, പത്തനംതിട്ട. VD സതീശനെയും PK കുഞ്ഞാലിക്കുട്ടിയും കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശൻ. കോൺഗ്രസിനെ നശിപ്പിക്കുന്ന പാർട്ടിക്കുള്ളിലെ കുലംകുത്തിയാണ് VD സതീശൻ. മാന്യമായി പെരുമാറാനാണ് ആദ്യം പഠിക്കേണ്ടതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മുസ്ലിം സമുദായത്തെയല്ല താൻ വിമർശിക്കുന്നതെന്നും മുസ്ലിം ലീഗിനോടാണ് തന്റെ വിയോജിപ്പെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി. അധികാരം കിട്ടാനായി ഭ്രാന്തനെ പോലെ പെരുമാറുകയാണ് PK കുഞ്ഞാലിക്കുട്ടിയെന്നും വെള്ളാപ്പള്ളി നടേശൻ പരിഹസിച്ചു. അമൃത TVയുടെ വാക്ക് മറുവാക്കിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് VD സതീശന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ ഒരുക്കമല്ല വെള്ളാപ്പള്ളി നടേശൻ. പക്വതയും വിനയവുമാണ് പ്രധാനമായും ഒരു നേതാവിന് വേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസിനെ നശിപ്പിക്കാൻ പാർട്ടിക്കുള്ളിലെ കുലംകുത്തിയായി VD സതീശൻ മാറിയെന്ന് വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചു. അത് ഇപ്പോൾ ആരുമാണെന്ന് ഒരു തോന്നൽ. കോൺഗ്രസിനകത്ത് കോൺഗ്രസ് നശിപ്പിക്കാൻ ഒരു കുലംകുത്തിയായിട്ടാണ് ഇദ്ദേഹം നിൽക്കുന്നത്. എന്തു ചെയ്യും? ഇങ്ങനെ ആരും കൊണ്ടുണ്ടാകും. മാത്രമല്ല ഇങ്ങനെ വേറൊരുണ്ട് തന്തയുടെ പ്രായമുള്ള ആളിനെ പോലും ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു നേതാവ് നമ്മൾ ഒരുപാട് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സുകാരനും കണ്ടിട്ടുണ്ട്.
ഇങ്ങനെ പെരുമാറുന്ന ആളുകളുണ്ട്. ഇതൊക്കെ കാണിക്കുമ്പോൾ, ഈ പെരുമാറ്റം കാണിക്കുമ്പോൾ ഇദ്ദേഹം ഏതാണ്ട് ദൈവപുത്രനായിട്ട് ആളുകൾ കണക്കാക്കുന്നതാണ്. അതേസമയം വർഗീയത വിളമ്പാനാണ് താൻ വാതുറക്കുന്നത് എന്ന ആക്ഷേപത്തിനും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുകയാണ്. മുസ്ലിം സമുദായത്തോടല്ല, മുസ്ലിം ലീഗിനോടാണ് തൻ്റെ വിയോജിപ്പ്. സമുദായത്തെ അധിക്ഷേപിക്കുന്നതായി ട്വിസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. ഭരണം കിട്ടാനായി കുഞ്ഞാലിക്കുട്ടി ഒരു ഭ്രാന്തനായി മാറിയിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. കുഞ്ഞാലിക്കുട്ടിയൊക്കെ കുറേ കൂടെ മാന്യമായി പെരുമാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം ഇന്ന് ഭരണം കിട്ടാൻ വേണ്ടിയിട്ടൊരു ഭ്രാന്തനായി മാറിയിരിക്കുകയാണ്. അതിന് ഏറ്റവും അതിന് കരുവായി എന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പറയാനുള്ളത് എവിടെയും പറയുമെന്നും തൻ്റെ വായടക്കാമെന്ന് ആരും കരുതേണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പലരും നമ്മുടെ സംസ്കാരം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ പാഠങ്ങൾ പിന്തുടരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ശ്രീനാരായണ ഗുരു ശ്രീകൃഷ്ണ അവതാരം തന്നെയാണെന്നും ഗവർണർ പറഞ്ഞു. അതേസമയം പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ പോലും അവഗണനയെന്ന് സ്വാമി സച്ചിദാനന്ദ വിമർശിച്ചു. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 171 ജയന്തി സമ്മേളനം ഉദ്ഘാടനത്തിലായിരുന്നു പരാമർശങ്ങൾ. ശ്രീനാരായണ ഗുരു ശ്രീകൃഷ്ണന്റെ അവതാരം തന്നെയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ അവിടെ ഞാനുണ്ടാകുമെന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവും അതുപോലെയാണ് ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മപാഠങ്ങൾ പിന്തുടരണം. വസുദൈവ കുടുംബകം ലളിത ഭാഷയിൽ പറയുകയാണ് ഗുരു എന്നും നമ്മുടെ സംസ്കാരം ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയുമാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. Like Narayan Guru come to this earth, that itself is an avatar of Bhagwan Sri Krishna, Bhagwan Vishnu. That guides us. It is not that we have to have amongst that Dashavatara. Every time this Bhagwan Sri Krishna has assured us, every time such occasion of confusion will be happening on the earth, I will be there. അതേസമയം പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കുറയുന്നതായി സ്വാമി സച്ചിദാനന്ദ വിമർശിച്ചു. പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് MLA-മാർ ഇല്ലാത്ത സ്ഥിതിയാണെന്നും പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ പോലും കടുത്ത അവഗണനയാണെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. സാമൂഹ്യ നീതി ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. ആ സാമൂഹ്യ നീതി കുറെയെങ്കിലും ഇവിടെ സംലബ്ധമായത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിലൂടെയാണ് പ്രധാനമായി. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിൽ ഞാൻ അടുത്ത കാലത്ത് ചിന്തിച്ചപ്പോൾ ശ്രീനാരായണ സമൂഹം, കേരളത്തിലെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ പുരോഗതിയിൽ നിന്നും പിന്തള്ളപ്പെട്ടു പോകുന്നില്ലേ എന്നുള്ള ചിന്താഗതി എന്നിൽ ശക്തമായിരിക്കും. ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തി. ജയന്തി സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിനകത്തും രാജ്യത്തിനൊട്ടാകെയും ശ്രീനാരായണ ഗുരുവിന്റെ 171 ജയന്തിയോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി തുടരുകയാണ്. ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ജാഗ്രത തുടരുന്നു. മണ്ണിടിച്ചിലുണ്ടായ ജമ്മു കശ്മീരിൽ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ട്. രാജസ്ഥാനിലെ ജലോർ, ബാർമർ, സിറോഹി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. യമുന നദിയിലെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. അതേസമയം പഞ്ചാബിൽ മരണസംഖ്യ 46 ഉയർന്നു. 1988 ശേഷമുള്ള ഏറ്റവും വലിയ പ്രളയമാണ് പഞ്ചാബിനെ ബാധിച്ചത്. മധ്യപ്രദേശിൽ മഴ കുറഞ്ഞുവെങ്കിലും ജാഗ്രത തുടരാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ വൻ കഞ്ചാവ് വേട്ട. 50 ലക്ഷം രൂപ വില വരുന്ന 90 കിലോ കഞ്ചാവാണ് ഉത്തരേന്ത്യൻ സ്വദേശികളിൽ നിന്ന് പിടികൂടിയത്. പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ പൂക്കാട്ടുപടി ഭാഗത്ത് വെച്ചാണ് വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷനിലുള്ള ആഡംബര കാറിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത്. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ആഷിഖ്, ഇക്ബാൽ, അലംഗീർ, സർദാർ, സൊഹൈൽ റാണ എന്നിവരാണ് പിടിയിലായത്. തടീട്ടപ്പറമ്പ് SHO കുര്യാക്കോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവരെ പിടികൂടിയത്. ഇത് പെരുമ്പാവൂർ ഭാഗത്ത് ചില്ലറ വിൽപ്പനയ്ക്ക് എത്തിച്ചതാണ് എന്ന് കരുതുന്നു. മലയാളത്തിൻ്റെ അഭിമാന താരം മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ഇന്ന് 74ാം പിറന്നാൾ. അഭിനയത്തിലും ജീവിതത്തിലും എന്നും ഏവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താരത്തിന് ആശംസകൾ നേരുകയാണ് ആരാധക ലോകം.
ഇനിയും പുതുമ മാറാത്തൊരു പുത്തൻ സിനിമ പോലെയാണ് മലയാളത്തിന് മമ്മൂട്ടി. വെള്ളിത്തിരയിൽ വസന്തം തീർത്ത ജീവിത വർഷങ്ങൾ, 5 പതിറ്റാണ്ടിനിടെ 500-ലേറെ വേഷങ്ങൾ. ചന്തുവും പട്ടേലരും അച്ചുവും വാറുണ്ണിയും പൊന്തന്മാടയും അങ്ങനെ തനിമയുടെ തലയെടുപ്പോടെ നിൽക്കുന്ന വേഷപ്പകർച്ചകൾ അനവധിയാണ്. കൂടുവിട്ട് കൂടുമാറുന്ന ജാലവിദ്യ പോലെ കഥാപാത്രങ്ങളെ തന്നിലേക്ക് ആവാഹിച്ചുള്ള പരകായ പ്രവേശങ്ങൾ, ശബ്ദരൂപഭാവങ്ങൾ കൊണ്ട് കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ നടൻ. 1971 കെ സേതുമാധവന്റെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ നിന്ന് തുടങ്ങി വരാനിരിക്കുന്ന കളങ്കാവൽ വരെ എത്തി നിൽക്കുന്ന അഭിനയ ജീവിതം. വിട്ടുവീഴ്ചയില്ലാത്ത ആത്മസമർപ്പണമാണ് മമ്മൂട്ടി എന്ന നടൻ. സിനിമയ്ക്ക് തന്നെയല്ല, തനിക്ക് സിനിമയെയാണ് വേണ്ടതെന്ന തിരിച്ചറിവാണ് എന്നും മുന്നോട്ട് നയിച്ചിട്ടുള്ളതെന്ന് മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനായി സ്വയം നവീകരിച്ചും കാലത്തിനനുസരിച്ച് മാറ്റങ്ങളെ ഉൾക്കൊണ്ടുമുള്ള അഭിനയയാത്ര. മകൻ ഉൾപ്പെടെയുള്ള യുവതലമുറയുടെ കാലത്തും മമ്മൂട്ടിക്കായുള്ള കഥകൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആ ചിത്രങ്ങൾ കാത്ത് ആകാംക്ഷയോടെ പ്രേക്ഷകരും. പിറന്നാൾ ദിനത്തിൽ ചെന്നൈയിലാണ് അദ്ദേഹം. പ്രിയനടൻ രോഗമുക്തനായി തിരിച്ചുവരുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ആരാധകർ. അഭിനയത്തിന്റെ പുതിയൊരു ഭീഷ്മപർവം താണ്ടാനൊരുങ്ങുമ്പോൾ ആരാധകർക്കൊപ്പം ആശംസകൾ നേരുകയാണ് അമൃത ടിവിയും. ന്യൂസ് ഡെസ്ക്, അമൃത ടിവി. ആകാശത്ത് വിസ്മയ കാഴ്ചയൊരുക്കുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ന് ദൃശ്യമാകും. ഇന്ത്യൻ സമയം രാത്രി 8:58 ഭൂമിയുടെ നിഴൽ ചന്ദ്രന് മേൽ വീണു തുടങ്ങും. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തു നിന്നും ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കും. ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ മറയ്ക്കുന്ന പ്രതിഭാസം. സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുക. അപ്പോൾ ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിലായിരിക്കും. ഈ സമയം ചന്ദ്രന് അതിശയിപ്പിക്കുന്ന കടും ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള തിളക്കം കാണാനാകും. ഇന്ത്യൻ സമയം രാത്രി 8:58 ഭൂമിയുടെ നിഴൽ ചന്ദ്രനുമേൽ വീണു തുടങ്ങും. 5 മണിക്കൂറും 27 മിനിറ്റും നീണ്ടു നിൽക്കുന്നതാണ് ഗ്രഹണ പ്രക്രിയ. ചന്ദ്രബിംബം പൂർണ്ണമായും ഭൂമിയുടെ നിഴലിലാകുന്ന സമ്പൂർണ്ണ ഗ്രഹണം 1 മണിക്കൂറും 22 മിനിറ്റും നീണ്ടു നിൽക്കും. രാത്രി 11:41 ചന്ദ്രൻ പൂർണ്ണമായും മറയ്ക്കപ്പെടും. തുടർന്ന് ചന്ദ്രബിംബത്തിന് മുകളിൽ നിന്ന് നിഴൽ മാറിത്തുടങ്ങും. 2:25 ഗ്രഹണം അവസാനിക്കും. നഗ്നനേത്രങ്ങൾ കൊണ്ട് ചന്ദ്രഗ്രഹണം കാണാനാകും. ഇന്ത്യ അടക്കം ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും ഗ്രഹണം ദൃശ്യമാകും. കേരളത്തിൽ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഗ്രഹണം പൂർണ്ണമായും ആസ്വദിക്കാം. യൂറോപ്പ്, ആഫ്രിക്ക, കിഴക്കൻ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ചന്ദ്രഗ്രഹണം ഭാഗികമായേ കാണാൻ സാധിക്കും. ലോകത്തിലെ 60% പേർക്കും ഇത്തവണ ഗ്രഹണം കാണാമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയൊരു പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ നിന്ന് കാണണമെങ്കിൽ 2028 ഡിസംബർ 31 വരെ കാത്തിരിക്കണം. ന്യൂസ് ഡെസ്ക്, അമൃത ടിവി. സംവിധായകൻ സനൽകുമാർ ശശിധരനെ കസ്റ്റഡിയിലെടുക്കുമെന്നും കൊച്ചിയിലെത്തിച്ച് ചോദ്യം ചെയ്യുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. ലുക്കൌട്ട് നോട്ടീസ് പ്രകാരമാണ് സനൽകുമാറിനെ മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചത്. മഞ്ജു വാര്യരുടെ പരാതിയിലാണ് നടപടി. താൻ പോലീസ് കസ്റ്റഡിയിലാണെന്നും എന്താണ് കേസ് എന്ന് വ്യക്തതയില്ലെന്നും സനൽകുമാർ ശശിധരൻ സമൂഹമാധ്യമങ്ങളിൽ നിരവധി പോസ്റ്റുകൾ രാവിലെ മുതൽ ഇടുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ചിട്ടുള്ള ലുക്കൌട്ട് സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ മുംബൈ എയർപോർട്ടിൽ തടഞ്ഞു വെച്ചത്. നമ്മൾ കസ്റ്റഡിയിലെടുക്കും, എടുത്തിട്ട് ചോദ്യം ചെയ്തിട്ട് കായിക വാർത്തകളിൽ കേരള ക്രിക്കറ്റ് ലീഗ് ചാമ്പ്യന്മാരെ ഇന്നറിയാം. 2ാം സീസൺ ഫൈനൽ ഏരീസ് കൊല്ലം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും. വൈകിട്ട് 6:45 കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ സെമിയിൽ തൃശൂർ ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം ഫൈനലിലേക്ക് എത്തിയത്. 2ാം സെമിയിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ പരാജയപ്പെടുത്തിയാണ് കൊച്ചി ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത്. ഏഷ്യാകപ്പ് ഹോക്കി ഫൈനൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയെ നേരിടും. സൂപ്പർ 4ലെ അവസാന മത്സരത്തിൽ ചൈനയെ എതിരില്ലാത്ത 7 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മലേഷ്യയെ 4-1 തോൽപ്പിച്ചാണ് ദക്ഷിണ കൊറിയ ഫൈനലിലെത്തിയത്. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.